ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗേസ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ പ്ലാവിൽ കണ്ട ചക്ക നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചക്ക പോയി അടത്തിക്കൊണ്ട് വരണം. അപ്പോൾ അത് അടത്തിയിട്ട് നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് രാവിലെ ചക്ക പുഴുക്കും കഞ്ഞിയും ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചക്ക അതിൽ നിന്നും അടത്താനായിട്ട് ഇങ്ങനെ നോക്കണം. കുറേ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചക്ക അടത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെ അതിനെ വെട്ടി ക്ലീനാക്കി തന്ന് ഞാൻ ചക്ക പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചക്കയും പുഴുങ്ങി, മാങ്ങ അച്ചാറും കഞ്ഞിയും പിന്നെ മുളകും പുളിയും കൂടി വെച്ചിട്ടുള്ളൊരു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളൊരു യാത്ര പോകാനായിട്ടാ. അതൊരു എന്താണ് സാറ്റർഡേ മക്കളൊക്കെ സ്കൂളിൽ പോയി. മോന് SPCയുടെ ടൂറിന് പോയിരിക്കുന്നുണ്ട്. 1 ഡേ ടൂർ SPCയുടെ. പിന്നെ പെൺകുട്ടികൾ രണ്ടുപേരും ട്യൂഷന് പോയിരിക്കുന്നു. നമ്മൾ പുറത്തോട്ടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ കിക്കാമാരെ വീട്ടിലൊക്കെ ഒന്ന് പോകുന്നു. അങ്ങനെ പോകാനായിട്ടൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇക്കതാ കുളിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാം. അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകാനായിട്ടൊക്കെ ഞാൻ റെഡിയായി. മക്കൾ ട്യൂഷന് പോയി. അപ്പം മക്കളെ രണ്ടുപേരും അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ഒക്കെ ഇനി ഫ്രഷായി റെഡിയായിട്ട് വരണം. ഞാൻ മുമ്പേ ഒരുങ്ങി ഇറങ്ങിയാലേ ഇക്ക റെഡിയാകത്തുള്ളൂ. ഞാൻ താമസിക്കാമെന്ന് വെച്ചിട്ട് ഇക്ക റെഡിയാവില്ല. അപ്പം അതിക്ക് റെഡിയായി വരത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ റെഡിയായി ഒരുങ്ങി ഇറങ്ങിയ ശേഷം മാത്രമേ ഇക്ക റെഡിയാകത്തുള്ളൂ. എല്ലാവരും അങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇത്തിരി താമസമായിരിക്കും ഒരുങ്ങാനൊക്കെ. അങ്ങനെ ഇവിടെ ഇങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ കമൻറ്റ് ബോക്സിൽ. ഒരുപാട് പേര് കമൻറ്റ് ഇട്ട് കുറേ കാര്യങ്ങളൊക്കെ നേരത്തേക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാത്തിനും മറുപടി ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ നമ്മളെപ്പറ്റി അറിയാനുള്ള കുറേ പേര് കാണുമല്ലോ, എന്താണ് എങ്ങനെയെന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അറിയാം, ഫാമിലി ഡീറ്റെയിൽസും അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഒരു വീഡിയോ ആയിട്ടിടാം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അച്ചാർ വേണമെങ്കിൽ കേട്ടോ ഓർഡർ ചെയ്താൽ മതി. അതായത് ഞാൻ അച്ചാറിട്ട് കൊടുക്കുന്ന ഒരിതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ചിലവർക്കൊക്കെ അറിയായിരിക്കും, എൻ്റെ വീഡിയോ കാണുന്നവർക്ക്. ഞാനിതുപോലെ ഓർഡർ അനുസരിച്ച് അച്ചാറിട്ട് കൊടുക്കും. അപ്പോൾ എനിക്ക് ഓർഡറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർഡർ വരാറുണ്ട്. അപ്പം ഞാനങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് ഓർഡർ അനുസരിച്ചിട്ട്. പിന്നെ ദൂരെയൊക്കെ ആണെങ്കിൽ DTDC കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. അപ്പം ഫിഷുണ്ട്, ബീഫുണ്ട്, മാങ്ങ, പിന്നെ ഡേറ്റ്സ്, പിന്നെ ലെമൺ ആൻഡ് ഡേറ്റ്സ്, അങ്ങനെ പിന്നെ കാരയ്ക്കുണ്ട്, കാട്ടുനെല്ലിക്ക. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ അച്ചാറിട്ട് കൊടുക്കുന്നുണ്ട്. ഓർഡർ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കും. കാരയ്ക്കുണ്ട്. അപ്പം അതും ഓർഡർ അനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാർ ആവശ്യമുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ അച്ചാർ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യുന്ന കോൺടാക്റ്റ് നമ്പർ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതെൻ്റെ പിക്കിൻ്റെ ആ സ്റ്റിക്കറിൽ തന്നെ ഉണ്ട് അച്ചാറിൻ്റെ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇട്ടുതരാം. അപ്പോൾ അതിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ. എന്നും വീഡിയോ ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് വീഡിയോ ഇടാൻ പറ്റില്ല. കാരണം നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിലും പിന്നെ എഡിറ്റിങ്, അത് നമ്മളാരും വിചാരിക്കുന്ന കണക്കല്ല. എല്ലാവരും വിചാരിക്കുമോ യൂട്യൂബിൽ എന്തൊരിതാണ് വീഡിയോ എടുക്കുന്നു അപ്പോഴേ ഇടുന്നത്, അങ്ങനെയൊന്നുമല്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടുമുണ്ട്. വീഡിയോ എടുക്കണം, അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഇരുന്നാലേ നമുക്കതെല്ലാം ക്ലിയറാക്കി വരത്തുള്ളൂ. നമ്മൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നതല്ലേ. അപ്പം വീട്ടിലെ കാര്യം നോക്കണം, മക്കളെ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഇടയിൽ എഡിറ്റിങ്ങും കാര്യം. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് ഇടയ്ക്ക് ഒരു 2 ദിവസം 3 ദിവസം ഗ്യാപ്പിട്ടൊക്കെ വീഡിയോസ് ഇടുന്നത്. ഡെയിലി വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട്. പിന്നെ എന്താണ് സ്പെഷ്യലായിട്ടുള്ള വീഡിയോസുകളൊക്കെ, അതായത് നമ്മളിങ്ങോട്ട് ട്രാവൽ പോകുന്നതും അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി കുക്കിങ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് വീഡിയോസുകൾ ഇടുന്നതാണ് കൂടുതലും. പിന്നെ ഇടയ്ക്കൊക്കെ 2 ദിവസം 3 ദിവസം ഗ്യാപ്പ് ഇട്ടൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത്. എന്നും ഇടുന്നോന്നുണ്ട്, പക്ഷേ സമയം കിട്ടത്തില്ല, അതാണ് പ്രശ്നം. പിന്നെ വീഡിയോയിൽ ഒരാൾ ചോദിച്ചു നമ്മളെ വീട്ടിൽ വഴിയില്ലേ എന്ന് ചോദിച്ചിട്ട്. വഴിയില്ലേ, രാത്രി ഇരുട്ടത്ത് ഇറങ്ങി പോകുന്ന കണ്ടു എന്നൊക്കെ. വഴിയില്ല, കാരണം റോഡിൽ നിന്ന് കുറച്ചും കൂടി കയറി വരണമെന്നേ ഉള്ളൂ. പിന്നെ എന്താണ് അത്രയ്ക്കും നല്ല ആളുകൾ ഉള്ളത് കൊണ്ടിട്ടാണ് ഇവിടെയൊന്നും വഴിയാവാത്തത്. നമ്മൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ. ഒരു മനുഷ്യർക്ക് ആവശ്യം വഴിയും വെള്ളവും കറണ്ട് ഏതൊരു വീട്ടിലും ആവശ്യമാണല്ലോ. അപ്പം എന്താണ് നമ്മളെപ്പോലെയല്ല എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയല്ല.
അപ്പം എന്താണ് മറ്റുള്ളവർ നമ്മളെ തൊട്ടടുത്തുള്ളവർ തന്നാലല്ലേ നമുക്ക് ഇങ്ങോട്ട് വഴിയാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് വഴിയായില്ല. പഞ്ചായത്തായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ വഴിയാവുമെന്ന് വിശ്വസിക്കുന്നു. ഗേസ് യാത്രയൊക്കെ പോയിട്ട് വന്നിട്ട് അത് കഴിഞ്ഞ് അതാ 2 മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടെന്ന്. അപ്പോൾ അച്ചാറിൻ്റെ ഓർഡർ ഉള്ളത് കൊണ്ടിട്ട് നല്ല ഫ്രഷ് മീനാണ് വാങ്ങിക്കൊണ്ട് വന്നേക്കുന്നത്. കാരണം നല്ല ചൂര കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് അച്ചാറിടാനായിട്ട് നല്ല ഫ്രഷ് ചൂര തന്നെ വേണം, എങ്കിലേ കൊള്ളാവും. അങ്ങനെ 2 ചൂര വാങ്ങിക്കൊണ്ട് വന്ന് അപ്പോൾ അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം. വലിയ ചൂരയാണ്, 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പം കുറച്ച് വിലയായിട്ടുണ്ട്. ഇപ്പം നല്ല റേറ്റാണ് ചൂരയ്ക്കൊക്കെ. അപ്പം എന്താണ് ഭയങ്കരമായ വിലയാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ അവർ നമ്മളെ കൂടി വില പറയുന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അങ്ങനെ 2 ചൂരയൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതാ മക്കൾ ടൂറിന് പോയിട്ട് വന്നപ്പോഴത്തേക്കും തേയില വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഹോം വുഡ്, അതായത് ചോക്ലേറ്റിൻ്റെ ടീ ആണ്. അപ്പം അതേസമയം ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും ഇല്ല അത്ര. അവൻ വാങ്ങിക്കൊണ്ട് വന്ന് ചോക്ലേറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് വന്ന്. പിന്നെ അതാ ബീഫും അച്ചാർ ഓർഡറുണ്ട്. അപ്പം ബീഫും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഫ്രൈ ആക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ മാങ്ങ അച്ചാറുണ്ട്. അപ്പം മാങ്ങ അച്ചാറും ബീഫ് അച്ചാറും മീൻ അച്ചാറും ഒക്കെയാണ് ഓർഡർ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അച്ചാറൊക്കെ ഇട്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. ഇതാണ് എൻ്റെ നമ്പർ. അപ്പം ഈ സ്റ്റിക്കറിൽ തന്നെ ഉണ്ട്. അപ്പം നോക്കി നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വേണമെന്നുള്ളവർക്കാണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ബീഫ് അച്ചാർ, മീൻ അച്ചാർ, അങ്ങനെയല്ല എല്ലാതരം അച്ചാറുകളും ഉണ്ട്. ആർക്ക് എന്താണോ വേണ്ടിയെന്ന് ഓർഡർ ചെയ്താൽ മതി. ദൂരോട്ടാണെങ്കിലും എവിടെയാണെങ്കിലും DTDC കൊറിയറായിട്ട് നമുക്ക് അയക്കാൻ പറ്റും. അപ്പം നല്ല ടേസ്റ്റാണ്. വേറെ കെമിക്കലോ ഒന്നും ചേരുന്നില്ല. നമ്മൾ സാധാ എന്താണ് നാച്ചുറലായിട്ടുള്ള സാധനങ്ങളെല്ലാം ചേർത്തുണ്ടാക്കുന്ന സംഭവമാണ്. കെമിക്കലൊന്നും ചേർക്കുന്നതല്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഓർഡറും എനിക്കുണ്ട്. കൂടുതലും ബീഫും മീനും അച്ചാറിൻ്റെതാണ് ഓർഡർ. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെ ഓർഡറും ഉണ്ട്. അപ്പം ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം ഡീറ്റെയിൽസൊക്കെ അയച്ചു തന്നാൽ ഞാൻ അച്ചാറിട്ട് ഇതേപോലെ കൊറിയർ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഗേസ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.